ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്ന സൈഡ് ബോക്സ് പ്ലീറ്റഡ് കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി 3 മീറ്റർ മെയിൻ ക്ലോത്തും 2 മീറ്റർ ലൈനിങ് ക്ലോത്തുമാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ്ങിന് ഞാൻ ക്രേപ്പ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. മെയിൻ ക്ലോത്തിൻ്റെ മെറ്റീരിയൽ എനിക്കറിയില്ല. എന്തായാലും ഒരു ഫ്ലോയി ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് എടുക്കുന്നതായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. ഞാൻ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയലാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെപ്പറേറ്റഡ് ആണ് കട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞാൻ ബാക്ക് കട്ടിംഗ് ആണ് കാണിക്കുന്നത്. തുണി രണ്ടായിട്ട് മടക്കി എടുത്ത് 49 ഇഞ്ചാണ് ഞാൻ നീളം എടുത്തിട്ടുള്ളത്. അത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് തുടങ്ങാം. ഷോൾഡർ ഞാൻ 7 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൽ നിന്ന് 1 ഇഞ്ചായിട്ട് കുറയ്ക്കാൻ ഞാനിവിടെ ഒരു 1/2 ഇഞ്ചാണ് കുറച്ചിട്ടുള്ളത്. എന്നിട്ട് നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. വിഡ്ത്തൊക്കെ ഇത്രയും കുറവായതുകൊണ്ടാണ് ഞാൻ ആ 1 ഇഞ്ച് കുറയ്ക്കാമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഷോൾഡറിൽ നിന്ന് താഴെ ഒരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 1/2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഹാം ഹോൾ ഡെപ്ത്ത് ഒരു 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കാം എത്രയൊക്കെയാണ് മെഷർമെൻറ്റ്സ് ഞാൻ എടുത്തിട്ടുള്ളത്. ദെൻ ചെസ്റ്റ് ഒരു 10 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. സീം അലവൻസ് ഒരു 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഷോൾഡറിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കണം. അതിന് ഈ ഷോൾഡറിൽ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി വരച്ചില്ലേ, അവിടെ നിന്നിട്ട് ആ താഴത്തെ പോയിൻറ്റ് വരെ എടുത്തിട്ടാണ് മിഡ് പോയിൻറ്റ് കണ്ടുപിടിച്ചത്. ദെൻ ഒരു ആം ഹോൾ കർവ് വെച്ചിട്ട് ഈ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് കട്ടിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്യാം. ഷേപ്പിൻ്റെ ലെങ്ത് 13.5 ഇഞ്ച് ലെങ്തിൽ, ഹിപ്പ് ഞാൻ 19 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 8.5 ഇഞ്ചാണ് എനിക്ക് വീതി വന്നിട്ടുള്ളത്. ദെൻ ഹിപ്പിൻ്റെ അവിടെ 11.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ദെൻ 3 ഇഞ്ച് തയ്യൽ തുമ്പ് രണ്ടിനും കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ആക്ച്വൽ മെഷർമെൻ്റ് അല്ല, ഞാൻ ഇച്ചിരി കൂട്ടി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒഴുകിയ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് വരയ്ക്കാനും എല്ലാം മാർക്ക് ചെയ്യാനൊക്കെ പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിലല്ല കറക്റ്റ് മാർക്ക് ചെയ്ത് വെട്ടിയിട്ടുള്ളത്. ലൈനിങ് ആണ് കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ താഴത്തെ വീതി മൊത്തത്തിലെടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് ചരിച്ച് നമുക്ക് മനസ്സിലായല്ലോ, അതേ രീതിക്ക് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ദെൻ ഈ 2 സൈഡും ഈ അറ്റത്തുണ്ടല്ലോ അവിടെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അകത്തോട്ട് മാർക്ക് ചെയ്ത് ഒരു കർവ് ചെയ്ത് ഞാൻ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസ് എൻ്റെ നിന്ന് പോയി. ഇത് ഫ്രണ്ട് പാർട്ട് കട്ടിംഗ് ആണ്. ഇവിടെയും തുണി രണ്ടായിട്ട് മടക്കിയിട്ട് 49 ഇഞ്ച് ലെങ്താണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് നമ്മൾ ബോക്സ് പ്ലീറ്റ് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ പോയിൻറ്റ് ഞാനൊരു 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ആൻഡ് അടുത്ത പോയിൻറ്റ് ഞാനൊരു 5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഈ 4 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ബെസ്റ്റ് തമ്മിലുള്ള ലെങ്താണ്. അതുകൊണ്ട് അത് ഒത്തിരി വേരിയേഷൻസ് വരുത്തേണ്ട. ഒരു 4 to 4.5 അത്രയൊക്കെ മതിയാകും. ദെൻ 5 ഇഞ്ച് നമ്മൾ അകത്തേക്ക് മാർക്ക് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ ലെങ്താണ് മാർക്ക് ചെയ്യുന്നത്. ഞാനൊരു 14.5 ഇഞ്ചിലാണ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോക്സ് പ്ലീറ്റിൽ ആ ഒരു ചേർന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് എവിടം വരെ നിൽക്കണം, അതാണ് നമ്മുടെ ഈ ലെങ്ത് ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്ക് കറക്റ്റായിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട്. ബട്ട് ഇതൊരു ഫ്ലോയി മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ പകുതിക്ക് മടക്കി വെച്ച് മാർക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ ഞാൻ നിവർത്തി വെച്ചിട്ട് ഓരോന്നും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത് അവിടെ കൂടെ തന്നെ കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് ഞാൻ മുട്ടിപ്പിന്നെ കുത്തി സെക്യൂർ ചെയ്യുന്നുണ്ട്. അത് ആ രണ്ട് ലൈൻസും ചേർന്ന് വരുന്ന ആ ഒരു പോയിന്റ് തന്നെയാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഞാൻ പറയുന്നതിനേക്കാളും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ മുട്ടിപ്പിന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്ലോയി മെറ്റീരിയലാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ പിടിച്ചു വെച്ചാലും അതിലെന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വേരിയേഷൻസ് വന്നാൽ ബോക്സിന് ഒരു ഭംഗി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് മുട്ടിപ്പിന് കൊടുത്ത് സെക്യൂർ ആക്കിയിട്ട് തന്നെ ചെയ്യണം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ വെട്ടാം. ബാക്കി എല്ലാ മെഷർമെൻറ്റ്സും സെയിം ആണ്. അപ്പം നമ്മൾ ആ ബോക്സിൻ്റെ ആ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് 1 ഇഞ്ച് നമ്മൾ അകത്തേക്ക് മാർക്ക് ചെയ്യണം. ഈ 1 ഇഞ്ചും ആ ഷോൾഡറുമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയറാണ്. ഈ ഇപ്പോൾ കണ്ടുപിടിച്ച 1 ഇഞ്ച് ഉണ്ടല്ലോ, ആ 1 ഇഞ്ചിൽ നിന്ന് വേണം നമ്മൾ അടുത്തിനി അതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നേരത്തെ കണക്ക് തന്നെയാണ് ആ മിഡ് പോയിൻറ്റ്. ചെസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, ആ ചെസ്റ്റ് ലൈൻ നമ്മൾ ഇനി മാർക്ക് ചെയ്യുന്നത് വേണ്ട, അത് തന്നെയാണ്. അത് തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആം ഹോൾ കർവ് സ്കെയിൽ യൂസ് ചെയ്ത് ആം ഹോൾ വരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ. ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ബാക്ക് കട്ടിങ്ങിന്, അതേ സെയിം തന്നെയാണ്. പിന്നെ ഇത് ഞാൻ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ലൈനിങ്ങിലാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ അതൊരു ഫ്ലോയി മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൽ കട്ട് ചെയ്തെടുത്താൽ എന്തായാലും വേരിയേഷൻസ് ഉണ്ടാവും. ഇനി നമുക്ക് ബോക്സ് പ്ലീറ്റ് അടിക്കാം. അതിന് ശേഷം മാത്രമാണ് എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിലോട്ട് ചെയ്യേണ്ടത്. ബോക്സ് പ്ലീറ്റ് ഞാൻ മുട്ടിപ്പിന്നി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത് വെച്ച അതേ പോർഷനിൽ കൂടെ വളരെ സാവധാനമാണ് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. ഞാൻ ഇത്തിരി സ്പീഡാക്കി കാണിക്കുന്നതെന്ന് മാത്രം. എന്നിട്ട് ലാസ്റ്റ് പോർഷനിൽ നമ്മളൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് സെക്യൂർ ആക്കണം.
ദെൻ ഇതിൻ്റെ ഷോൾഡർ ലൈൻ ആ ഒരു ടോപ്പ് പോർഷനിൽ മാത്രം നമുക്ക് ആ ബോക്സ് പ്ലേറ്റ് ഒന്ന് വിടർത്തി വെച്ച് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതെന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്കൊരു ബോക്സ് പ്ലേറ്റ് ഒരു സൈഡിലോട്ട് ചരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു പോർഷനിലോട്ട് മൊത്തത്തിൽ അങ്ങ് മാറ്റി വെച്ചാൽ ചരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കറക്റ്റ് രണ്ടിടത്തും ഒരേ കണക്ക് വരുന്ന രീതിക്കാണ് ഞാൻ എടുത്ത് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ മുട്ടുപിന്ന് മാർക്ക് ചെയ്തിട്ട് മുട്ടുപിന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടിരിക്കും. അല്ലാത്ത മെറ്റീരിയലാണെങ്കിൽ അല്ലാത്ത മെറ്റീരിയൽ തച്ചാൽ അത്രയും രസം കാണത്തില്ല. ഫ്ലോയിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് എന്തായാലും മുട്ടുപിന്ന് വയ്ക്കേണ്ടിയും വരും. ഇനി നമുക്കതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ബോക്സ് പ്ലേറ്റിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തല്ലോ, അതിന് നമുക്ക് പതിച്ച് അയൺ ചെയ്യാം. നമുക്ക് അയൺ ചെയ്യുമ്പോൾ കാണാം, ഞാൻ രണ്ട് സൈഡും സെയിം രീതിക്കാണ്, അകത്ത് വരുന്ന രീതിക്കാണ് അയൺ ചെയ്ത് കൊടുക്കുന്നത്. വിച്ച് മീൻസ് ഈ ഒരു ബോക്സ് പ്ലേറ്റ് ഒരു സൈഡിലോട്ട് മാത്രം നിൽക്കുന്നില്ല. ഈ ഒരു പ്ലേറ്റിൻ്റെ ആ സ്റ്റിച്ച് സെൻറ്റർ പോർഷനിലോട്ട് വരുന്ന രീതിക്കാണ് ഞാൻ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ട, എങ്കിലേ കറക്റ്റായിട്ട് ഇങ്ങനെ തുറന്ന് വരത്തുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് തന്നെ അയൺ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തുമായിട്ട് പതിപ്പിച്ച് ചേർത്ത് അടിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ചെയ്യണം. അത് ചെയ്തില്ല എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഫ്ലോയി മെറ്റീരിയൽ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തയ്ക്കുന്ന സമയത്ത് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന ബാക്ക് നെക്കാണ്. 3.5 ഇഞ്ച് വീതി നീളത്തിലും 2 ഇഞ്ച് താഴത്തോട്ടുമാണ് ഞാൻ മാർക്ക് ചെയ്ത് ഒരു ബോക്സ് വരച്ചിട്ട് അവിടെ നിന്നിട്ടാണ് ഒരു യു ഷേപ്പ് ഒന്ന് വളച്ച് വെച്ചിട്ട് ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നടുക്കും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ സിബ് വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. സിബൊക്കെ നമുക്ക് നോർമലി എങ്ങനെയാണോ വയ്ക്കുന്ന അതേ കണക്ക് വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ പതിച്ചടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ തുണികൾ തമ്മിൽ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പതിച്ചടിച്ചു. ഇനി നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. ഇൻവിസിബിൾ സിബാണ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇങ്ങനെയാണ് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാക്ക് നെക്ക് എക്സ്ട്രാ ഒരു പീസ് തുണി വെച്ചിട്ട് നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയതുകൊണ്ട് അതും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. ഇതിൻ്റെ ഹൈലൈറ്റ് ഫ്രണ്ട് നെക്കാണ്. അതുകൊണ്ട് ഫ്രണ്ട് നെക്ക് കാണിക്കാം. ഒരു 14 ഇഞ്ച് വീതിക്കും 10 ഇഞ്ച് നീളത്തിനുമാണ് ഞാനൊരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് മെറ്റീരിയൽ വളരെ കുറവായിരുന്നു. കാരണം താഴത്തെ വീതി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നതുകൊണ്ട് തന്നെ 3 മീറ്റർ ഫാബ്രിക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണം. അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്ക് മിച്ചം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മെയിൻ ഫാബ്രിക് ഡയറക്റ്റായിട്ട് ക്യാൻവാസിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് ഉണ്ടാവും. കണ്ടല്ലോ, ആ ഒരു മെറ്റീരിയലും ഡ്രസ്സും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു മെറ്റീരിയൽ വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കളറ് സെയിം ആയിട്ട് വരാം. ഇനി നമുക്ക് ഈ ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് അതിൻ്റെ ഗമ്മുള്ള പോർഷനിൽ വെച്ചിട്ട് ലൈനിങ് ആണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലൈനിങ് സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്താണ് എടുത്തിട്ടുള്ളത്. 4 സൈഡും അടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഇല്ലാതെ വന്നത് എനിക്ക് മെറ്റീരിയൽ കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സ്ക്വയറായിട്ട് നല്ല ഫിനിഷിങ്ങോടെ കിട്ടും. ഇനി നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ എടുക്കാം. അതിൽ 7 ഇഞ്ച് വീതിക്കും 1 ഇഞ്ച് നീളത്തിനും നമുക്കൊരു റെക്റ്റാങ്കിൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്യേണ്ടതാണ്. ദെൻ നമുക്ക് മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്തു. ബട്ട് ഇപ്പോൾ കട്ട് ചെയ്യേണ്ട. ക്യാൻവാസിലും സെയിം മാർക്കിങ് ഞാൻ കൊടുക്കുകയാണ്. 7 ഇഞ്ച് വീതിക്കും 1 ഇഞ്ച് നീളത്തിനും ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ദെൻ ആ മിഡ് പോയിൻറ്റ് കണ്ടുപിടിച്ചിട്ട് മിഡ് പോയിൻറ്റിൻ്റെ താഴേക്ക് ഒരു 7 ഇഞ്ച് നീളത്തിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മിഡ് പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് 2 സൈഡിൽ നിന്നും ഒരു അര ഇഞ്ച് എടുത്തിട്ടില്ല, ഒരു 1/4 ഇഞ്ച് വലുപ്പോളം ഞാൻ എടുത്തിട്ട് ഒരു വി പോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നതിനേക്കാളും കാണുമ്പോൾ മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ ഈ ഒരു സാധനം നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ നല്ല വശവും കൂടെ ചേർത്തെന്ന് വെച്ചാൽ ക്യാൻവാസ് നമ്മുടെ ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്കത് പിൻ ചെയ്ത് കൊടുക്കാം. സെൻറ്റർ പോർഷനൊക്കെ നോക്കിയിട്ട് വളരെ സാവധാനം വേണം പിൻ ചെയ്യാൻ. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതും വളരെ ലൈറ്റായിട്ട് സാവധാനമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഇത്തിരി സ്പീഡായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് മാത്രം. ദെൻ ഞാനൊരു ഡബിൾ സ്റ്റിച്ച് 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മുടെ ഈ ലോവർ പോർഷൻ ഉണ്ടല്ലോ, ആ കൂർത്തിരിക്കുന്ന വശം ഉണ്ടല്ലോ, ആ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് കൂർപ്പിക്കരുത്. ഒരു ചെറിയ രീതിക്കെങ്കിലും ഒരു ഡിസ്റ്റൻസ് വിട്ടേക്കണം, അല്ലെങ്കിൽ നമുക്ക് മറിച്ചെടുക്കാൻ പറ്റില്ല. ദെൻ ഞാൻ ആ ഒരു പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി ചെറുതായിട്ട് കട്ടിങ്സ് കൊടുക്കണം. ആ ഒരു പോർഷൻ എനിക്ക് കുറച്ച് പാടുപെട്ടാണ് ഞാൻ മറിച്ചെടുത്തത്. കാരണം ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ചെറിയൊരു കട്ടിങ്സ് കറക്റ്റ് ആയില്ലെങ്കിൽ പോലും ചുളിവുകൾ വരും. നമ്മൾ ഫുള്ളി കട്ടിങ്സ് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് തിരിച്ചിടുമ്പോഴും നമ്മൾ അയൺ ചെയ്യണം. നമ്മൾ എല്ലാ സൈഡും കറക്റ്റാണോ എന്ന് നോക്കണം. ഇനി പോയിൻ്റ് ആവാൻ വേണ്ടിയിട്ട് വല്ല ഷാർപ്പ് ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷാർപ്പ് ഒബ്ജക്ട്സ് യൂസ് ചെയ്ത് മറിച്ചിടുമ്പോൾ അതേ കണക്ക് കറക്റ്റായിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് അയൺ കൂടെ ചെയ്ത് കൊടുത്താൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. ഞാനിവിടെ
എന്തോ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്, അതിനെ കറക്റ്റ് ആക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുത്തില്ല, സ്പേസ് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇവിടെ വെച്ചിട്ട് വീഡിയോ നിൽക്കേണ്ടി വന്നു. എനിക്ക് അത്രേ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സെയിം ഇത്രയേ ഉള്ളൂ നമ്മുടെ പോർഷൻസ്. ബാക്കി ഷോൾഡർ ജോയിനിങ്ങോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സാധാരണ കുർത്തിയുടെ സെയിം ആണ്. എന്നിട്ട് ഞാൻ ഈ മടക്കി വെച്ചിട്ടില്ലേ ആ ഒരു സ്ഥലത്തിൽ അയൺ ചെയ്തിട്ട് ആ ഒരു പോർഷനിൽ നമുക്കൊരു സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കാം. ഇതാണ് നമ്മുടെ കംപ്ലീറ്റഡ് കുർത്തി. ഒരു 49 ഇഞ്ച് ലെങ്ത് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടാറുണ്ട്. ബട്ട് എനിക്ക് ഇടയ്ക്ക് മെറ്റീരിയലിൽ ഒരു കട്ടിങ്ങും വന്നു. അയൺ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് ഉരുകിയും പോയിട്ടുണ്ടായിരുന്നു. സോ ഞാനൊരു 9 ഇഞ്ച് വരെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ കുർത്തിയുടെ ലെങ്ത് 40 ഇഞ്ചാണ്.